നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. നമ്മുടെ ഇന്നത്തെ ജ്യോതിഷ ചർച്ച വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. 2026 ആണ്ടിൽ മേടം രാശിക്കാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 7.5 ശനി എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത്. 7.5 ശനി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വലിയ ഭയവും ആശങ്കയും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തരം അനാവശ്യമായ പേടികളും നെഗറ്റീവ് ചിന്തകളും നിങ്ങൾ ആദ്യം മനസ്സിന് പുറത്തേക്ക് കളയണം. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ കാലഘട്ടത്തെ ധൈര്യപൂർവ്വം നേരിടാൻ നമുക്ക് സാധിക്കും. അതിനായി നിങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും വ്യക്തവും കൃത്യവുമായ വിവരങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. 2026 മേടം രാശിക്കാർ 7.5 ശനിയുടെ ആദ്യഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് ശനി നിങ്ങളുടെ ജാതകത്തിലെ 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വർഷം ശനിയുടെ നക്ഷത്രസ്ഥാനത്ത് വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. നിലവിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനി അവിടെ നിന്നും മാറി രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. 2026 ജൂൺ പകുതിയോടെയാണ് ശനി ഈ നക്ഷത്രമാറ്റം പൂർത്തിയാക്കുന്നത്. രേവതി നക്ഷത്രം ബുധന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതായത് ജൂൺ മാസം മുതൽ ശനി ബുധന്റെ നക്ഷത്രത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുക. ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമായതുകൊണ്ട് തന്നെ ഈ മാറ്റം നിങ്ങളുടെ ചിന്താഗതിയിലും തീരുമാനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തും. ചുരുക്കത്തിൽ ഭയത്തിന് സ്ഥാനമില്ലെന്നും വരാനിരിക്കുന്ന മാറ്റങ്ങളെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറെടുക്കണമെന്നുമാണ് ഈ ജ്യോതിഷ ഫലം സൂചിപ്പിക്കുന്നത്. 2026 ഈ ഗ്രഹനില അനുസരിച്ച് മേടം രാശിക്കാർക്ക് വിദേശകാര്യങ്ങളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനായി പുറത്തു പോകാൻ തയ്യാറെടുക്കുന്നവർക്കോ ഈ കാലയളവ് വളരെ മികച്ചതാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിസ നടപടികൾ വേഗത്തിലാക്കാനും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താനും ഈ സമയം സഹായിക്കും. നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അവിടെ സ്ഥിര താമസമാക്കിയവർക്കോ ഇത് ഭാഗ്യകരമായ സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ ശമ്പള വർധനവിനോ അല്ലെങ്കിൽ നിലവിലുള്ള പ്രതിസന്ധികൾ ഒഴിഞ്ഞ് സമാധാനപരമായ അന്തരീക്ഷമുണ്ടാകാനോ ഈ ഗ്രഹമാറ്റം കാരണമാകും. കേവലം യാത്രകൾ മാത്രമല്ല, സാമ്പത്തികമായും ഈ സമയം ഗുണകരമാണ്. വിദേശത്തു നിന്നും അപ്രതീക്ഷിതമായി പണം കൈവരാൻ സാധ്യതയുണ്ട്. വിദേശ കമ്പനികളുമായി ബിസിനസ് ചെയ്യുന്നവർക്കും വിദേശത്ത് കുടുംബാംഗങ്ങൾ ഉള്ളവർക്കും അവിടങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായമോ ലാഭമോ പ്രതീക്ഷിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ നിങ്ങളുടെ കർമ്മമേഖല വിദേശവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ 2026 നിങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കും. 2026 ശനിയുടെ മാറ്റം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ചില പ്രത്യേക മേഖലകളിലുള്ളവർക്ക് വലിയ നേട്ടങ്ങളാണ് കൊണ്ടുവരുന്നത്. സാധനങ്ങൾ വിദേശത്തേക്ക് അയക്കുന്നതോ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതോ ആയ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയം വളരെ ലാഭകരമായിരിക്കും. മുടങ്ങിപ്പോയ ഇടപാടുകൾ പുനരാരംഭിക്കാനും പുതിയ വിദേശ പങ്കാളികളെ കണ്ടെത്താനും ഈ കാലയളവിൽ സാധിക്കും. ഉൽപ്പന്നങ്ങളുടെ പ്രചരണവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ ശനി സഹായിക്കും. പുതിയ വിപണികൾ കണ്ടെത്താനും ഉപഭോക്താക്കളെ സ്വാധീനിക്കാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ഈ സമയത്ത് ലഭിക്കുന്നതാണ്. ജോലിയുടെ ഭാഗമായി ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക് ഈ സമയം ഭാഗ്യപ്രദമാണ്. ഇത്തരം യാത്രകൾ വഴി പുതിയ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാനും വലിയ കരാറുകൾ ഒപ്പിടാനും സാധിക്കും. ഈ യാത്രകൾ കഠിനമായി തോന്നാമെങ്കിലും അവ ഭാവിയിൽ വലിയ ഗുണങ്ങൾ നൽകും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സിൽ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയമാണിത്. കൃത്യമായ പ്ലാനിങ്ങും സത്യസന്ധമായ അധ്വാനവും ഉണ്ടെങ്കിൽ ശനിദേവൻ നിങ്ങൾക്ക് മികച്ച സാമ്പത്തിക ലാഭവും ബിസിനസ്സിൽ പേരും പ്രശസ്തിയും നൽകും. ലളിതമായി പറഞ്ഞാൽ, ഒരിടത്ത് ഒതുങ്ങിക്കൂടാതെ പുറം ലോകവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് 2026 ഒരു ഭാഗ്യവർഷമായിരിക്കും. 7.5 ശനിയുടെ കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. ശനി നിങ്ങളുടെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നതിനാൽ
കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങളെ ചൊല്ലി വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധ്യതയുള്ള സമയമാണിത്. കുടുംബത്തിലെ സമാധാനം നിലനിർത്താൻ സംസാരത്തിൽ വളരെയധികം വിനയവും മിതത്വവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ദേഷ്യം നിയന്ത്രിക്കുന്നത് വഴി വലിയ പിണക്കങ്ങൾ ഒഴിവാക്കാം. വീട്ടിലെ പ്രായമായവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നത് ശനിദോഷം കുറക്കാൻ സഹായിക്കും. ദമ്പതികൾക്കിടയിൽ അനാവശ്യമായ സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ വരാതെ നോക്കണം. പരസ്പരം തുറന്നു സംസാരിക്കുന്നതും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതും ബന്ധം കൂടുതൽ ശക്തമാക്കും. കുടുംബത്തിലെ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ വ്യക്തമായ പ്ലാനിംഗ് വേണം. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുന്നത് കുടുംബത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും. ചുരുക്കത്തിൽ ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടെങ്കിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ജ്യോതിഷത്തിൽ ശനിദേവനെ നീതിയുടെ അധിപനെന്നാണ് വിളിക്കുന്നത്. നാം ചെയ്യുന്ന പ്രവർത്തികൾക്കനുസരിച്ചുള്ള ഫലം നൽകുന്ന ഗ്രഹമാണ് ശനി. ഈ കാലയളവിൽ ശനി നിങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ തന്നെ പ്രവർത്തികളാണ്. ശനി ആരെയും വെറുതെ ഉപദ്രവിക്കുന്ന ഒരു ഗ്രഹമല്ല, മറിച്ച് ഒരു അധ്യാപകനെ പോലെയോ ന്യായാധിപനെ പോലെയോ ആണ് ശനി പ്രവർത്തിക്കുന്നത്. നാം ജീവിതത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നല്ല ഫലവും തെറ്റായ കാര്യങ്ങൾക്ക് അതിനുള്ള ശിക്ഷയും ശനി നൽകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തികൾ ശുദ്ധമാണെങ്കിൽ ഈ 7.5 ശനിക്കാലത്ത് ശനിയെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് ഈ സമയത്ത് വളരെ പ്രധാനമാണ്. കീഴ് ജീവനക്കാരോടും പാവപ്പെട്ടവരോടും പ്രായമായവരോടും മോശമായി പെരുമാറുകയോ അവരെ അകാരണമായി ഉപദ്രവിക്കുകയോ ചെയ്യുന്നവർക്ക് ശനി കഠിനമായ ദോഷഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. എല്ലാവരോടും വിനയത്തോടും കരുണയോടുകൂടി പെരുമാറുന്നത് ശനിദോഷം കുറക്കാൻ സഹായിക്കും. കള്ളം പറയുക, മറ്റുള്ളവരെ വഞ്ചിക്കുക, അധർമ്മമായ വഴികളിലൂടെ പണം സമ്പാദിക്കുക തുടങ്ങിയ തെറ്റായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ 7.5 ശനിക്കാലം വെല്ലുവിളികളും തടസ്സങ്ങളും നിറഞ്ഞതായിരിക്കും. എന്നാൽ സത്യസന്ധമായി അധ്വാനിക്കുന്നവർക്കും നീതിപൂർവം ജീവിക്കുന്നവർക്കും ശനി വലിയ ഉയർച്ചകളും നേട്ടങ്ങളും സമ്മാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ടു പോകുവാനുള്ള ഒരു സമയമാണിത്. കർമ്മശുദ്ധി പാലിക്കുന്നവർക്ക് ശനിദേവൻ എന്നും തുണയായിരിക്കും. ചുരുക്കത്തിൽ വിതച്ചതേ കൊയ്യൂ എന്ന തത്വം 7.5 ശനിക്കാലത്ത് വളരെ പ്രസക്തമാണ്. നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും ഉണ്ടെങ്കിൽ ഈ 7.5 ശനിക്കാലം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ ബലം കുറവാണെങ്കിൽ ഈ 7.5 ശനിക്കാലത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശനി പ്രധാനമായും എല്ലുകളെയും സന്ധികളെയും ബാധിക്കുന്ന ഗ്രഹമായതിനാൽ കാലുകളിലും നടുവിലും വിട്ടുമാറാത്ത വേദനകൾ അനുഭവപ്പെട്ടേക്കാം. വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർ ഈ വർഷം ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങൾക്കിടയിൽ അനാവശ്യമായ തർക്കങ്ങളും വിദ്വേഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ വഴക്കുകളിലേക്ക് നീങ്ങാതിരിക്കാൻ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് നല്ലതാണ്. ജോലി സ്ഥലത്ത് ഓഫീസ് പൊളിറ്റിക്സ് നിങ്ങൾക്ക് തിരിച്ചടിയായേക്കാം. സഹപ്രവർത്തകരിൽ നിന്നുള്ള എതിർപ്പുകളോ മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയോ കാരണം ജോലിയിൽ അശ്രദ്ധയും തടസ്സങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷ്യബോധമില്ലാത്ത ഓട്ടപ്പാച്ചിലുകളും യാത്രകളും കാരണം മാനസികവും ശാരീരികവുമായ ക്ഷീണമുണ്ടാകാം. ഇത്തരം യാത്രകൾ സാമ്പത്തിക നഷ്ടത്തിനും കാരണമായേക്കാം. സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കർക്കശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് സുഹൃത്തുക്കളുമായും പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താനിടയാക്കും. 2026 ജൂൺ മാസത്തിനു മുൻപായി നിങ്ങളുടെ നിലവിലുള്ള ജോലിയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന രീതിയിലോ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ സ്ഥലമാറ്റമോ അല്ലെങ്കിൽ പുതിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കലോ ആകാം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഈ വർഷം വളരെ മികച്ചതായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മികച്ച അവസരങ്ങൾ ഒത്തുവരും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉയർന്ന വിജയം നേടാനും ഈ വർഷം സഹായിക്കും. വിദേശത്തോ അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലോ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണിത്. തടസ്സപ്പെട്ടു കിടന്നിരുന്ന അഡ്മിഷൻ നടപടികൾ വേഗത്തിലാകും.
ചുരുക്കത്തിൽ ആരോഗ്യത്തിലും പെരുമാറ്റത്തിലും അല്പം കരുതൽ കാണിച്ചാൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന വർഷമാണിത്. ഏഴര ശനിയുടെ കാലഘട്ടം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മറികടക്കാനും ഗ്രഹങ്ങളുടെ അനുഗ്രഹം നേടാനും ഇനി പറയുന്ന ലളിതമായ കാര്യങ്ങൾ ശീലിക്കുന്നത് ഉത്തമമാണ്. ശനിദോഷത്തിന് ഏറ്റവും ഫലപ്രദമായ പരിഹാരമാണ് ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത്. ഇത് നിങ്ങളെ ഭയത്തിൽ നിന്നും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും സംരക്ഷിക്കും. ഏഴര ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശനിദേവനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. ഏഴര ശനി തീരുന്നതുവരെ എല്ലാ ദിവസവും നീലാഞ്ജന സമാഭാസം എന്ന് തുടങ്ങുന്ന ശനി സ്തോത്രം 108 തവണ ജപിക്കുക. ഇതുവഴി ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള തടസ്സങ്ങൾ നീങ്ങും. ഏഴര ശനിക്കാലത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് അനാവശ്യമായ ചിന്തകളാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടാതെ മനസ്സിനെ ശാന്തമായി വെക്കാൻ ശ്രമിക്കണം. ധ്യാനമോ യോഗയോ ശീലിക്കുന്നത് നല്ലതാണ്. ശനി കർമ്മത്തിന്റെ ദേവനാണെന്ന് ഓർക്കുക. മടിയും അലസതയും വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ശനിദേവൻ നിങ്ങളെ കൈവിടില്ല. നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം തീർച്ചയായും ലഭിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് പങ്കുവെക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഹരി ഓം.